കർത്താവിന്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ആന്റി, ഈ ഗാന ശുശ്രൂഷ നടത്തിയ കർത്താവിന്റെ ദാസൻ ബ്രദർ ലാലു, കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിന്റെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഈ പുതിയ വർഷം നമുക്ക് പ്രവേശിക്കുവാൻ സ്വർഗത്തിന്റെ ദൈവം അവിടുന്ന് ഇടയാക്കിയല്ലോ. കർത്താവ് നമ്മളെ വീണ്ടും അവിടുത്തെ കൃപയാൽ ഈ വർഷവും നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും പ്രത്യാശയും ചെയ്യുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ വർഷവും കുറെ ആഴ്ചകൾ നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ആ പഠനം നമുക്ക് മുമ്പോട്ട് ധ്യാനിക്കാം. ഞാനത് വായിക്കാം. 1 യോഹന്നാൻ 4-ന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, വായിച്ചു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന ശോധന ചെയ്യുവിൻ. ദൈവ ആത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. ഉണ്ട്. നമ്മളെ കേൾപ്പിച്ച നല്ല വാക്യത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ടുവരികയും അത് ഞാൻ ധ്യാനിക്കുകയും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയിൽ അത് ഇപ്പോഴും തുടർമാനമായി അല്പമായി ഞാൻ പഠിപ്പിച്ചു വരികയും ചെയ്യുകയാണ്. അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു. എനിക്ക് എന്നെ തന്നെ, ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തെ തന്നെ ഒന്നോടൊന്നും ഇൻട്രോസ്പെക്ട് ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ തന്നെ കർത്താവിന്റെ സുവിശേഷം, മാറ്റമില്ലാത്ത സുവിശേഷത്തിൽ ഒന്നുകൂടെ ഉറച്ചു നിൽക്കുവാൻ കർത്താവ് എനിക്ക് ഈ വചനം കൂടെ ഇടയാക്കി. അങ്ങനെ ഞാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയിൽ ഇത് ധ്യാനിച്ചു വന്നപ്പോൾ മറ്റ് ദൈവമക്കൾക്കും ഈ കാര്യം പറഞ്ഞു കൊടുക്കണം എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഞാൻ പോകുന്നിടത്ത്, എന്നെ വിളിക്കുന്നിടത്ത് ഈ വാക്യത്തെ ആധാരമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ശോധന ചെയ്യണം, ഡിസേൺമെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ചിന്ത വരും, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നമ്മുടെ ആത്മീക ജീവിതം നമ്മൾ നോക്കി പ്രാർത്ഥിച്ച് അങ്ങ് പോയാ പോരെ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. പക്ഷെ നമ്മളിവിടെ വായിച്ച ഈ വാക്യം ഇതൊരു ഓപ്ഷനായിട്ടല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് നമ്മൾ വ്യക്തമായി കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതായിരുന്നു. ലോകത്തിൽ പുറപ്പെട്ടിരിക്കുന്ന ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യുവീൻ എന്ന് തിരുവചനം പറയുമ്പോൾ ആ വായിക്കുന്ന എനിക്ക് ആ വചനം ഞാൻ എങ്ങനെ കൈക്കൊള്ളുന്നു എന്ന് ഞാനത് മനസ്സിലാക്കണം. ഇതൊരു ഓപ്ഷനായിട്ടല്ല. പ്രത്യേകിച്ച് എൻ്റെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ വിവേചിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്ത് വളരെ ദൈവസഭകളിൽ ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് ഈ വാക്യത്തിലേക്ക് ഒന്നുകൂടെ നമ്മളൊന്ന് അല്പമായി മനസ്സിലാക്കിയതിനു ശേഷം വേറൊരു പുതിയൊരു കാര്യം കൂടെ നമ്മൾ ഇതിൽ പഠിക്കും. അതിന് മുന്നോടിയായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ വിഷയത്തോട് നമ്മൾ ഒന്നുകൂടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അല്പം കൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. 9-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹം നേർക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട് നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിപ്പാറാകണമെന്നും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശുക്രിസ്തുവിനാൽ നീതിഫലം നിറഞ്ഞവരുമായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചോ പ്രിയരെ? നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വന്നിട്ട്. അപ്പോൾ യഥാർത്ഥമായ ദൈവസ്നേഹം ഉണ്ടെങ്കിൽ
ആ ദൈവസ്നേഹത്തിൽ പരിജ്ഞാനവും വിവേകവും ഉണ്ടാകും. ക്രിസ്തീയ സ്നേഹം അല്ലെങ്കിൽ ദൈവിക സ്നേഹം എന്നുള്ളത് കേവലം ഉപരിവിപ്ലവമായിരിക്കുന്ന ഇമോഷണൽ സ്നേഹം അല്ല. അതില് പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, ദൈവം ആരാ എന്നുള്ള ബോധ്യമുണ്ട്. ആ അറിവിലാണ് നാം കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അതെ. ഒരാളെ നമുക്ക് അറിയാതെ സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞാട്ടെ. ഇല്ല. നമ്മൾ ഒരാളെ അറിഞ്ഞെങ്കിലല്ലേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. Right. അപ്പൊ കർത്താവിനെ എത്രത്തോളം നാം അറിയുമോ, ഇത് കേവലം ഇന്റലക്ച്വൽ ആയിട്ടുള്ള അറിവല്ല, ഇത് എക്സ്പീരിയൻഷ്യലായി ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കുന്ന അറിവിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. അങ്ങനെ കർത്താവിനെ നാം അറിയുന്നിടത്തോളം കൂടുതലും കർത്താവിനെ നാം സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ സകല വിവേകത്തിലും വർദ്ധിച്ചു വരണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുക. ഫിലിപ്പിയ സഭ ഓൾറെഡി ഈ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും വിവേകത്തിലും മേൽക്കുമേൽ അവര് സ്നേഹത്തിൽ വർദ്ധിക്കുന്നുണ്ട്. എന്നാലും പൗലോസ് പറയുക അത് പോരാ, ഇനിയും നിങ്ങൾ മേൽക്കുമേൽ വർദ്ധിക്കണം, സ്പിരിച്വൽ ഗ്രോത്ത് അല്പം കൂടെ വരണമെന്ന് പൗലോസ് പറയുക. എന്നിട്ട് 10ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. അപ്പൊ വിവേചനം, യഥാർത്ഥ സ്നേഹം അത് വിവേചിച്ചറിയുന്ന സ്നേഹമാണ്. യഥാർത്ഥമായിരിക്കുന്ന സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൽ എന്തുണ്ട്? വിവേചിക്കാൻ കഴിയും, അല്ലെങ്കിൽ വിവേചിക്കും. അപ്പം ഈ കാര്യം നമ്മൾ വളരെ ഗൗരവമായി ഇത് മനസ്സിലാക്കണം. എന്തിനാണ് നാം ഇങ്ങനെ മേൽക്കുമേൽ വർദ്ധിച്ചു വരേണ്ടത്? സ്നേഹത്തിനോടുകൂടെ പരിജ്ഞാനവും വിവേകവും വിവേചനവും ഇതെല്ലാം എന്തിനായി പൗലോസ് പറയുന്നത്? അടുത്ത 10ാമത്തെ വാക്യം നോക്കിക്കേ. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും. അപ്പൊ കർത്താവിന്റെ വരവ് വരും. കർത്താവ് വരുമ്പോൾ നാം നിർമ്മലന്മാരായി നിൽക്കാൻ വേണ്ടിയാ, ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ടാ ശോധന ചെയ്യേണ്ടത്. അപ്പൊ ദൈവസ്നേഹം ഉള്ളവർ വിവേചിക്കും. എന്തിനാ വിവേചിക്കുന്നത്? ആളാവാനല്ല, മറ്റുള്ളവരെ കുറച്ചു കാണാനല്ല, മറ്റുള്ളവരെക്കാൾ ഞാൻ ഭയങ്കര ആത്മീയനാണെന്ന് കാണിക്കാനല്ല. എന്തിനാ വിവേചിക്കുന്നത്? കർത്താവിന്റെ വരവിൽ ഞാൻ ഇടറിപ്പോകരുത്. ഐ ഷുഡ് ബി ബ്ലെയിംലെസ് ബിഫോർ ഹിം, നിർമ്മലനായി നിൽക്കാൻ. അതുകൊണ്ടാണ് വർദ്ധിച്ചു വരുന്നത്. അപ്പം ഇവിടെ വിവേചനമല്ല മേജർ എന്തുവാണ്? സ്നേഹം. സ്നേഹം ഉള്ളത് കൊണ്ടാണ് വിവേചിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ വിവേചിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്, വിവേചിക്കുന്ന ആള് അങ്ങനെ ശോധന ചെയ്യുന്ന ആളുടെ ഉള്ളിൽ സ്നേഹം ഇല്ല, അങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, സ്നേഹം വർദ്ധിച്ചു വരുന്നത് കൊണ്ടാണ് വിവേചിക്കുന്നത്. അപ്പൊ മേജർ ആയിരിക്കുന്നത് സ്നേഹമാണ്. വിവേചനം സ്നേഹത്തിൽ വരുന്ന ഒരു ഘടകമാണ്. നമ്മൾ ഈ കാര്യം വളരെ മനസ്സിലാക്കിയില്ലെങ്കിൽ, നമുക്കറിയാം, റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എഫെസോസ് സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിന്റെ പ്രവൃത്തിയെയും പ്രയത്നവും വായിച്ചോ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരെ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടതും. വായിക്കണോ? നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. കണ്ടോ, കർത്താവിന് അവരെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ? കള്ളപ്പോസ്തലന്മാരെ നിങ്ങൾ ശോധന ചെയ്തു പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടെത്തി നിങ്ങൾക്ക് ദുഷ്ടത സഹിക്കാൻ പറ്റത്തില്ല, എന്റെ നിമിത്തം നിങ്ങൾ സഹിച്ചിട്ട് തളർന്നു പോകാതിരുന്നു. എല്ലാം ഉണ്ടെങ്കിലും ഇതൊന്നും സ്നേഹത്തിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഇതിന് പകരമായി, സ്നേഹത്തിന് പകരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. സ്നേഹത്തെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ആദ്യ സ്നേഹം നിലനിന്ന് തന്നെ വിവേചിക്കുകയും കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? കർത്താവിന്റെ നിമിത്തം സഹിക്കുകയും തളർന്നു പോകാതിരിക്കുകയും ചെയ്യണം. അപ്പം മേജർ എന്തുവാ? ആദ്യ സ്നേഹമാണ്. എഫെസോസിന് എന്തോ പറ്റി?
ഈ പരീക്ഷിച്ച് ഇവര് മൈനറിനെ അങ്ങ് മേജറാക്കി, മേജറിനെ അങ്ങ് മൈനറാക്കി, ആദ്യ സ്നേഹം അങ്ങ് വിട്ടുപോയി. ഇത് വളരെ ഗൗരവമായി വിഷയം. ആദ്യ സ്നേഹം വിട്ടുപോയ സഭയോട് പറയുക, നീ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അപ്പൊ ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ? അപ്പൊ നമ്മൾ മേജറായിരിക്കുന്ന വിഷയം കളയരുത്. ആദ്യ സ്നേഹത്തിൽ വർദ്ധിച്ച് വരണം. അത് പരിജ്ഞാനത്തിലും വിവേകത്തിലും ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയുകയും ചെയ്യണം. അപ്പം മേജർ എവിടാ? ദൈവത്തോടുള്ള സ്നേഹം. അത് ദൈവത്തെ അറിയുകയും ദൈവത്തോടുള്ള ആ ജ്ഞാനത്തിൽ, അറിവിൽ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയും. എന്തിനാ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുന്നത്? കർത്താവിന്റെ നാളോളം നാം നിർമ്മലന്മാരായും ഇടറിപ്പോകാതിരിക്കേണ്ടതിനും നീതിഫലം കായ്ക്കേണ്ടതിനും വേണ്ടിയാണ് നാം അത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് ദൈവമക്കൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഗലാത്യ സഭയോട് ഒരു കാര്യം പറയുക. 5-ാം അധ്യായം അതിന്റെ മുന്നോടിയായി നമ്മൾ ജസ്റ്റ് നോക്കി പോകുന്നതേ ഉള്ളൂ, ചില വാക്യങ്ങൾ. ഈ കാര്യം നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7 തൊട്ടുള്ള വാക്യങ്ങൾ പൗലോസ് പറയുക, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതിരിപ്പാൻ നിങ്ങളെ ആർ തടുത്തു കളഞ്ഞു. അപ്പൊ നോക്കിക്കേ പ്രിയരെ, ആരോ ഇവരുടെ ഈ ഓട്ടത്തെ തടുത്തിയത് പോലും ഇവർക്ക് അറിയുന്നില്ല. പൗലോസിന് കത്തെഴുതി കൊടുക്കേണ്ട വന്നു. നോക്കിക്കേ, നിങ്ങൾ വിചാരിക്കുക ഓടുക എന്ന്, പക്ഷെ ഇല്ല, നിങ്ങളുടെ ഓട്ടത്തെ ആരോ തടുത്തു. നല്ലതുപോലെ ഓടിക്കൊണ്ടിരുന്നവരാ. പൗലോസിന് എഴുതി കൊടുക്കേണ്ട വന്നു അവർക്ക്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഗലാത്യ സഭയിൽ വിവേചിക്കാൻ അവർക്ക് കഴിയുന്നില്ല. വിവേചിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഗലാത്യ സഭയ്ക്ക് പൗലോസ് ഈ കത്ത് എഴുതേണ്ട വന്നത്. അതിന് അടുത്ത വാക്ക് നോക്കി, 8-ാമത്തെ വാക്യം. ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത്, എന്തോ അനുസരിപ്പിച്ചത്? സത്യം അനുസരിക്കാതിരിപ്പാൻ അനുസരിപ്പിച്ചത്. അങ്ങനെ പഠിക്കണം. അപ്പൊ കള്ള ഉപദേഷ്ടാക്കന്മാരൊന്നും ഇവരെന്തോ പഠിപ്പിച്ചത്? നിങ്ങൾ സത്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സത്യത്തിലാണ് നിങ്ങൾ നടക്കുന്നത്, ഇനി അത് അനുസരിക്കരുത്. ഇങ്ങനെ ഇവരെ ശീലിപ്പിച്ചെടുത്തു. ഇങ്ങനെ ഇവരെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തി അല്ല. അപ്പൊ കർത്താവല്ല ഇത് ചെയ്തതല്ലേ? ആരാ അപ്പൊ ചെയ്തത്? ഇവരുടെ ഇടയിൽ വന്ന ദുരുപദേഷ്ടാക്കന്മാര് വന്നിട്ട് സുവിശേഷത്തെ മറിച്ചു കളഞ്ഞു, ഇവരെ മറിച്ചു കളഞ്ഞു, ഇവരുടെ നല്ലപോലെ ഓടിക്കൊണ്ടിരുന്നവരെ തടുത്തു കളഞ്ഞു. പക്ഷെ ഇവർക്ക് ഇതൊന്നും അറിയുന്നില്ല. പൗലോസിന് കത്ത് എഴുതേണ്ട വന്നു, മോനെ, സഹോദര സഹോദരി, തടുത്തിരിക്കുക, നിന്റെ ഓട്ടം ബ്ലോക്ക് ചെയ്തിരിക്കുക, നീ ഓടുന്നുണ്ട്, കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഓടുന്നുണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട്, പക്ഷെ നീ വിചാരിക്കുന്നത് സത്യത്തിലേക്കാ ഓടുന്നത് അല്ല. ഇറ്റ് ഈസ് നോട്ട്, യു ആർ നോട്ട് വാക്കിംഗ് ഓൺ ട്രൂത്ത്. എന്നിട്ട് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി എത്ര ഈ ഈ റോങ് ടീച്ചേഴ്സ്, ഫോൾസ് ടീച്ചേഴ്സുകാർക്ക് ഒത്തിരി പ്രയാസപ്പെടേണ്ട വന്നു? ഇല്ല. 9-ാമത്തെ വാക്യം നോക്കിക്കേ, അസാരം പുളിമാവ്, ഏകദേശം ശരി മതി. ഈ നല്ല ഓട്ടത്തെ തടുക്കാൻ വേണ്ടി ഒത്തിരി ഒന്നും വേണ്ട. അസാര പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. സ്തോത്രം. അപ്പൊ അത്രയും മതി ഇവർക്ക് ചെയ്യാൻ. എന്നിട്ട് 3:1 പൗലോസ് ഇവരോട് പറയുക, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപേ വരച്ച് കാണിച്ചിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? അപ്പൊ ഇവര് മറിഞ്ഞു പോയത് എങ്ങനെയാണ്? ഇവരുടെ മനസ്സിനെ, ഇവരുടെ ബുദ്ധിയെ ക്ഷുദ്രം ചെയ്ത് ഇവരെന്ത് ചെയ്തു? മയക്കിക്കളഞ്ഞു. ഇവരുടെ ഓട്ടത്തെ തടുത്തു കളഞ്ഞു. നന്നായി ഓടിയവരെ തടുത്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. സത്യം അനുസരിക്കാതിരിപ്പാൻ ഇവരെ അനുസരിപ്പിച്ചു. സത്യം അനുസരിക്കാതിരിക്കണം. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, വളരെ ഈ കാലഘട്ടത്തിൽ പുതിയ വർഷമാണ്, നമുക്കറിയാം. പുതിയ വർഷത്തിൽ നല്ലൊരു മെസ്സേജ് കേൾക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ അതാണ്ട് ശോധന ചെയ്യണം, വിവേചിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം നമുക്ക് ആവശ്യമുള്ളതല്ല കർത്താവ് നമുക്ക് കേൾപ്പിക്കുന്നത്. കർത്താവിന് നമ്മളോട് പറയാനുള്ളതാ ഇന്ന് പകൽക്കാലം കർത്താവ് സംസാരിക്കുന്നത്. നമുക്ക് മടങ്ങി വരാം. 1 യോഹന്നാൻ 4:1.
പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ. ഈ കള്ളപ്രവാചകൻ എന്നിവിടെ പറയുമ്പോൾ ഞാൻ ഒരു സെക്ട് ഓഫ് പീപ്പിൾ, പ്രവചിച്ച് പറയുന്ന ഒരു ഗ്രൂപ്പിനെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ ഉദ്ദേശിക്കുന്നത് പോലും ടീച്ചേഴ്സിനെയാണ്, പഠിപ്പിക്കുന്നവരെയാണ്. അല്ലെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എനിവൺ. കള്ളപ്രവാചകന്മാർ പലരും, ആ വേർഡ് ശ്രദ്ധിച്ചു, പലരും. ഇത് ഒന്നോ രണ്ടോ അല്ല, പലയിടത്തും പലരുമുണ്ട്. അടുത്തത് ലോകത്തിലേക്ക്, പലരും ലോകത്തിലേക്ക്. എന്താ ഈ ലോകത്തിലേക്ക്? അതിന്റെ അർത്ഥം എന്താ? എന്താ ഇവിടെ നടന്ന ഈ ലോകത്തിലേക്ക്? ഒന്ന്, ഈ ലോകത്തിലേക്കാണ് യേശുക്രിസ്തു ജഡത്തിൽ വന്നത്, അല്ലേ? രണ്ടാമത്തെ വാക്യം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു. എവിടെ വന്നു? ലോകത്തിലേക്ക്. രണ്ട്, ഈ ലോകത്തിൽ ആരുണ്ട്? ദൈവമക്കൾ എവിടെ ഉള്ളത്? ഈ ലോകത്തിലാണ് ഉള്ളത്. മൂന്ന്, എതിർക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. എതിർക്രിസ്തു വരും നമുക്കറിയാം, പക്ഷെ ഇപ്പോൾ തന്നെ എതിർക്രിസ്തുവിന്റെ ആത്മാവ് ലോകത്തിലുണ്ട് എന്ന് മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. അടുത്തത് 4, ഈ ലോകത്തിൽ ആരാ ഉള്ളത്? ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിലായിരിക്കുന്നു. ദൈവമക്കളുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ലോകത്തിലുണ്ട്. അടുത്തത്, ദുഷ്ടൻ ഈ ലോകത്തിലുണ്ട്, കള്ളപ്രവാചകൻ ഈ ലോകത്തിലുണ്ട്. അപ്പൊ ദൈവമക്കൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ തന്നെ എതിർക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്, കള്ളപ്രവാചകനുണ്ട്, ദുഷ്ടൻ ഈ ലോകത്തിലുണ്ട്. ഇതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ഒരു ദൈവ മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലെങ്കിലും ഈ ലോകത്തിൽ അവർ ശോധന ചെയ്ത്, ഡിസേൺ ചെയ്ത് അനുദിനം ജീവിക്കണമെന്ന് യോഹന്നാൻ തിരുവചനത്തിൽ കൂടെ നമ്മളോട് പ്രബോധിപ്പിക്കുക. അടുത്ത പദം, ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ. എവിടുന്ന ഇവര് പുറപ്പെട്ടത്? അവിടെയാണ് ഈ ശോധന ചെയ്യാൻ ഈ യോഹന്നാൻ പറയുന്നത്. എവിടുന്നായി പുറപ്പെട്ടെ? 2-ാം അധ്യായം അതിന്റെ 18-19 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 2:18-19, കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു. എതിർക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ അന്ത്യനാഴികയാകുന്നുവെന്ന് നമുക്കറിയാം. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു എങ്കിലും നമുക്കുള്ളവരായിരുന്നില്ല. അവർ നമുക്കുള്ളവരായിരുന്നു എങ്കിൽ നമ്മോടുകൂടെ പാർക്കുമായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്കുള്ളവരല്ല എന്ന് പ്രസിദ്ധമാകേണ്ടതല്ലോ. 18-ാമത്തെ വാക്യം, ഇപ്പോൾ അനേക എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കാൻ. അപ്പൊ കുറച്ചുനാൾ വരെ എവിടെ ഇരിക്കുമായിരുന്നു ഇവര്? ഇവരുടെ ചർച്ചില്, ഇവരുടെ സഭകളിൽ ഇരിക്കുകയായിരുന്നു. ഇവരെ പോലെ സ്തോത്രം അല്ലേലും എല്ലാം പറഞ്ഞിരിക്കുക. പക്ഷെ ഇപ്പൊ എന്ത് പറ്റിയത്? ഇവരങ്ങ് എഴുന്നേറ്റ്. എഴുന്നേറ്റ മാത്രമല്ല, അടുത്ത 19-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വെളിയിൽ പോയി. അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിന്നും പുറത്തുപോയി. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരുന്ന ആദ്യ വിശ്വാസത്തിൽ നിന്ന് തന്നെ, ഉപദേശത്തിൽ നിന്ന് തന്നെ പുറപ്പെട്ടു പോയി. ഇത് നമുക്കറിയത്തില്ല ഇവര് ഇങ്ങനെ ഒരു ഡിപ്പാർച്ചർ നടത്തിയെന്ന് നമുക്കറിയത്തില്ല. കാരണം വെള്ള ഉടുപ്പ ഇടുന്നത്, ബൈബിളാ പ്രസംഗിക്കുന്നത്, യേശു എന്നും പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയത്തില്ല ഇവര് യഥാർത്ഥമായി ഇവരെ വിളിച്ച കർത്താവിനെ തള്ളിക്കളഞ്ഞവരാണ്. ഉപദേശത്തിന്റെ അതിരും വരമ്പും എല്ലാം വിട്ട് പോയവരാണ്, ബൗണ്ടറീസ് വിട്ട് പോയവരാ, പുറപ്പെട്ടവരാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികൾ എന്ത് ചിന്തിക്കുന്നു അറിയാമോ? അയ്യോ, ആ സഹോദരൻ നമ്മുടെ കൂടെ ഇരുന്ന് ആരാധിച്ചവരല്ലേ, എന്തേലും ഒരു തെറ്റ് അത് സംഭവിക്കാം, അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ വ്യത്യാസം വരാം, അതുകൊണ്ട് നമുക്ക് ആ പുള്ളി പറയുന്നത് ഒന്ന് കേൾക്കാം എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് യോഹന്നാൻ പറയുക, ഇല്ല, ഈ പുറപ്പെട്ടു പോയവരെ സൂക്ഷിക്കണം. എന്താണെന്നറിയാമോ? ഈ 2-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ പറയുകയാണ്, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. എന്റെ വായനയിൽ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നത്, ഓൾറെഡി ഈ സമൂഹത്തിൽ ഇവര് കടന്നു വന്ന് വിശ്വാസികളെ തെറ്റിക്കാൻ തുടങ്ങി. കർത്താവിനെ
അനുസരിക്കാതെ, ഉപദേശത്തിൽ നിൽക്കാതെ, ഉപദേശത്തിൽ നിന്ന് വെളിയിൽ പോകാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഈ ദുരുപദേഷ്ടക്കാന്മാർ ഓൾറെഡി തെറ്റിക്കുക. അതുകൊണ്ട് യോഹന്നാൻ പേനെടുത്തിട്ട് എഴുതി, ഇത് ഞാൻ എഴുതുന്നത് നിങ്ങളെ ആരും തെറ്റിക്കാതിരിക്കാൻ. എന്നിട്ട് ആ 26-ാമത്തെ വാക്യം ഒന്നുകൂടെ, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത്. അപ്പം ഓൾറെഡി ചിലരെ ഇവർ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു, അവരെ ഓർത്ത് നിങ്ങൾക്ക് എഴുതുകയാണ് ഞാൻ. ഇതിന്റെ ഗൗരവം മനസ്സിലായോ പ്രിയരെ? യോഹന്നാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭയിലുള്ള വിശ്വാസികളെ തെറ്റിച്ചെങ്കിൽ അത് പോട്ടെ. യേശു കർത്താവ് എന്തോ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളെ ആരും തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കും. അപ്പൊ കർത്താവിന്റെ ശിഷ്യത്വ പാഠം പഠിച്ചവരെ തെറ്റിക്കാൻ പറ്റുമെങ്കിൽ, യോഹന്നാന്റെ കീഴിലിരിക്കുന്നവരെ തെറ്റിക്കാൻ പറ്റുമെങ്കിൽ, നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ പ്രിയരെ. അതുകൊണ്ട് ഇത് വിഷയം വളരെ ഗൗരവമാണെന്ന് മനസ്സിലാക്കണം. കർത്താവിന്റെ വരവിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത്, പലരും പറയുന്നത് ഭയങ്കര ഉണർവാണ്, പക്ഷെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുന്നത് വിശ്വാസത്യാഗം നടക്കും എന്നാണ്. അനേകരുടെ വിശ്വാസം തണുത്തു പോകും. കേവലം വിശ്വാസി എന്ന് പറഞ്ഞിരിക്കും, അകത്ത് ശക്തി ഒട്ടുമില്ലാതിരിക്കുന്ന ഒരു അനുഭവമായിരിക്കും. ദുർഘട സമയമായിരിക്കുമെന്ന് കർത്താവ് പറയുക. ഈ വർഷത്തിന്റെ പ്രാരംഭ ആഴ്ചകളിൽ തന്നെ കർത്താവിന് നമ്മളോട് പറയാനുള്ളത് ഇതാണ്. പ്രിയ സഹോദര സഹോദരി, നാം ആദ്യം മുതൽ കേട്ടതിൽ നാം ഉറച്ചു നിൽക്കണം. 2:24, 1 യോഹന്നാൻ 2:24, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. പ്രിയരെ, ഈ 2025 മാത്രമല്ല, നമ്മുടെ ജീവിതാവസാനം വരെ, ക്രിസ്തുവിന്റെ വരവ് വരെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്, കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തതും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചതും ആദ്യ സഭ പ്രസംഗിച്ചതുമായിരിക്കുന്ന ഈ ഉപദേശം, ഈ ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത സുവിശേഷം നമ്മളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കുന്നു. കണ്ടോ പ്രിയരെ? നമുക്ക് പത്രം. അപ്പം പുറപ്പെട്ടു പോയവർ ആദ്യം മുതൽ കേട്ടതിൽ വസിക്കുന്നില്ല. വസിക്കാത്തത് കൊണ്ട് അവരിൽ ആരില്ല? പുത്രനും ഇല്ല, പിതാവും ഇല്ല, ദൈവമില്ലാത്തവരായി ഇവര്. അതുകൊണ്ടാണ് ഇവരെ കുറിച്ച് പറയുന്നത് 4:6 പറയുന്നത്, 1 യോഹന്നാൻ 4:6 അവിടെ പറയുന്നത്, വഞ്ചനയുടെ ആത്മാവും സത്യത്തിന്റെ ആത്മാവും. വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും. വഞ്ചനയുടെ ആത്മാവ് ധാരാളം എടുത്ത് ഈ വഞ്ചനയുടെ ആത്മാവിന് നമുക്ക് കാണാൻ കഴിയും. ധാരാളം എടുത്ത് പ്രാസംഗികന്മാരുണ്ട്, പഠിപ്പിക്കുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്. അതെല്ലാം വളരെ നമ്മൾ സൂക്ഷിക്കണം. ഈവൻ പാട്ടിൽ കൂടെ ഉപദേശം കയറ്റുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അതിന്റെ ബീറ്റ് കൊള്ളാം, നല്ല ഈണമാണെന്നൊക്കെ പറഞ്ഞ് കൂടെ അങ്ങ് പാടും. പക്ഷെ ഉപദേശം അതിൻ്റെ തൊണ്ടോ നമ്മൾ ശ്രദ്ധിക്കത്തില്ല പലരും. എല്ലാരെയും കുറിച്ചല്ല, ചിലരുണ്ട് അതിൽ ഉപദേശം ഉണ്ടോ നോക്കും, ഉപദേശം അനുസരിച്ച് അത് പാടത്തുള്ളൂ. ബൈബിളിനോട് ഒക്കുന്നില്ലെങ്കിൽ പാടത്തില്ല. അത് നല്ലൊരു തീരുമാനം. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ബൈബിളിനോട് ചേർന്ന് പോകാത്ത ഒരു പാട്ടും എനിക്ക് വേണ്ട. ബൈബിളിനോട് ഞാൻ പറയട്ടെ പ്രിയരെ, പാട്ട് എന്തിനാ പാടുന്നത് അറിയാമോ? ഉപദേശം പഠിക്കാനാ. ആദ്യ സഭകളൊക്കെ പാടിയതൊക്കെ ഉപദേശം പഠിച്ചതാ. ഈ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് ആ വാക്യം, അത് വേദപഠിതാക്കൾ പറയുന്നത് അത് ഏർലി ചർച്ചിന്റെ ഹിം ആയിരുന്നു. ആദ്യ നൂറ്റാണ്ട് സഭയുടെ പാട്ടായിരുന്നു. ആ പാട്ടില് ഒന്ന് നോക്കിക്കേ, നിന്റെ വീട്ടിൽ ആഹാരം കുറയില്ല, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലല്ലേ? പിന്നെ എന്തുവാ, എനിക്ക് അങ്ങനെ ഒത്തിരി നാളെ അതൊക്കെ കേട്ടിട്ട്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി അറിയത്തൊന്നുമില്ല. പിന്നെ എന്തോ, നിന്റെ മുമ്പിൽ ശത്രുക്കൾ പൊടിഞ്ഞു പോകും, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയൊക്കെ ഒന്ന് പറയുമ്പോൾ ഇച്ചിരി ഓളമൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം. അതൊന്നുമില്ല. ക്രിസ്തു സ്വഭാവത്തോടുള്ള അനുരൂപരായി തീരുക, ദൈവത്തെക്കുറിച്ച്, ക്രൈസ്റ്റിനെ കുറിച്ചുള്ള കാര്യമാണ് പ്രിയരെ. അങ്ങനെയുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കണം. അങ്ങനെ എഴുതാത്ത പാട്ടുകളൊക്കെ ഒത്തിരി യൂട്യൂബിലൊക്കെ ഉണ്ട്.
ഇവരുടെ ഒന്നാമത്തെ ഒരു ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത് ഈ യൂട്യൂബിനകത്ത് ഒരു തമ്പനയിൽ ഉണ്ടാക്കും. എന്തോന്നറിയാമോ? 40 ലക്ഷം പേര് കണ്ടു. അപ്പൊ നമ്മൾ ഈ തമ്പനയിൽ നോക്കുമ്പോഴോ ഈ പാട്ടിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടില്ലേ 40 ലക്ഷം പേര് കണ്ടത്. നമ്മൾ ഈ ട്രിക്കിൽ അങ്ങ് വീഴും. ഈ ട്രിക്കിലൊന്നും വീഴരുത്. സ്തോത്രം. ഉപദേശമുള്ള പാട്ടാണെങ്കിൽ 40 ലക്ഷം പേരൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. ഈ ഇടയ്ക്ക് ഞാനൊരു മലയാളം പാട്ട് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. 9 സ്റ്റാൻസയുണ്ട്. ഈ 9 സ്റ്റാൻസ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. മോനെ ഇതൊന്ന് കമ്പോസ് ചെയ്ത് തരണം. അപ്പൊ എന്നോട് പറഞ്ഞു, അച്ഛാ അത് ഞാൻ ചെയ്തു തരാം, പക്ഷേ ഈ 9 സ്റ്റാൻസ് ഇടണ്ട യൂട്യൂബിൽ, ആൾക്കാർക്ക് അത്ര റീച്ച് കിട്ടത്തില്ല. 3 നല്ലത് എടുത്ത് തിരഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, നീ 9 ഇടണം, ആൾക്കാർ കണ്ടില്ലേലും കണ്ടാലും അതൊന്നുമല്ല വിഷയം, 9 കേൾക്കണം. അപ്പൊ ഇന്നത്തെ ട്രെൻഡ് എന്തുവാണ്? കൂടുതൽ റീച്ച് കിട്ടണം. അതുകൊണ്ട് എന്തുവാ? ഉപദേശത്തെ അങ്ങ് കുറയ്ക്കണം, ഉപദേശത്തെ മായ്ക്കണം. അതല്ല പ്രിയരെ, റീച്ച് കിട്ടാനല്ല പാട്ടും പ്രസംഗവും ഉപദേശവും. ആദ്യം മുതൽ കേട്ടത് നമ്മളിൽ വസിക്കണം. ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥന അതാണ്. കർത്താവെ, മരിക്കുന്നവരെ ഇതുപോലെ പ്രസംഗിക്കണം. അല്ല, അവിടുത്തെ വരവ് വരെ ഇതുപോലെ പ്രസംഗിക്കണം. ആദ്യം മുതൽ കേട്ടത് എന്നിൽ വസിക്കണം. ഈ ലോകത്തിൽ ഒരു നന്മയും കിട്ടിയില്ലെങ്കിൽ, ഇവിടെ ആരും ഒന്നും അറിഞ്ഞെങ്കിൽ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഡസന്റ് മാറ്റർ ടു മീ. ആദ്യം മുതൽ കേട്ട് നമ്മളിൽ വസിക്കാൻ കരഞ്ഞു പ്രാർത്ഥിക്കണം, കരഞ്ഞു പ്രാർത്ഥിക്കണം. എനിക്കറിയാം, ഞാൻ ഇതെല്ലാം പറയുന്നത് എന്നേക്കാൾ ഡബിൾ പ്രായമുള്ള ഒരു മെച്ചോർഡായിട്ടിരിക്കുന്ന ആൾക്കാരാ. നിങ്ങൾക്കിതെല്ലാം അറിയാവുന്നവരാ, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ കഴിയുന്നവരാ. എന്നാലും ദൈവജനമില്ലേ, ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ പുറപ്പെട്ടിരിക്കുക. എവിടുന്നാ പുറപ്പെട്ടത്? സമൂഹത്തിൽ നിന്ന്. ഒരിക്കൽ ഇവർ ഒരുമിച്ചായിരുന്നു, എന്നാൽ ഇവര് പുറപ്പെട്ടിരിക്കുക. എന്നിട്ട് അടുത്ത വാക്ക് നോക്കിക്കേ, 1 യോഹന്നാൻ 4 അടുത്ത വാക്ക്, പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് സ്തോത്രം അല്ലെങ്കിൽ എന്ന് എല്ലാത്തിനും പറയാൻ പോകരുത്. ശ്രദ്ധിച്ചു കേൾക്കണം. അത് അതിൽ വചനമായിട്ട് എന്തെങ്കിലും ഒരുമിച്ച് പോകുന്നുണ്ടോ എന്ന് നോക്കണം. അല്ല, എല്ലാത്തിനും അങ്ങനെ ചിലർക്ക് ഇതുണ്ട്. ഉപദേശം പറയുന്ന ആൾ വരുമ്പോൾ അതിലും സ്തോത്രം പറയും, പിന്നെ വേറൊരാൾ വേറെ വന്നതിൽ പറയും, അതിലും സ്തോത്രം പറയും. അപ്പൊ എനിക്കത് അത്ഭുതമാണ്. എവിടെ പോയി ഈ വിവേചനം? എല്ലാത്തിനും സ്തോത്രം പറയരുത്. വളരെ ശാന്തമായിട്ട് സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? ഇതെല്ലാം കേട്ടിട്ട് ഹൃദയത്തിൽ സംഹരിച്ചിട്ട് ഇതെല്ലാം മനസ്സിലാക്കി പിന്നെ പറയണം, ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം. അത് വീട്ടിൽ ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ എന്നെ പോലുള്ള പ്രാസംഗികന്മാർ അങ്ങനെ പറയത്തില്ല. കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിച്ചു പോകണമെങ്കിൽ നിങ്ങൾ സ്തോത്രം പറയണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പറയും, പോരാ, ഇത് പോരാ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇച്ചിരി കൂടെ പറയണം. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഉത്തേജനം തരുന്നത് പോലെ സ്തോത്രം പറയുന്നതല്ല, ഇത് കാര്യം അകത്ത് ചെന്ന് ഗ്രഹിക്കുമ്പോൾ സ്തോത്രം. ഞാൻ ഇത് വായിച്ചിട്ട് ഞാന് അത് കണ്ടില്ലല്ലോ, അങ്ങനെ വേണം പറയാൻ. അല്ലാതെ ഇവിടെ ഇതൊരു പുതിയ അറിവാണല്ലോ, അങ്ങനല്ല. ഇത് ഞാൻ വായിച്ചിട്ട് ഇത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയണം. അല്ലാതെ ഇതൊരു പുതിയതാ. ഞാനിപ്പോ ഈ 4ാമത്തെ ക്ലാസ്സാണ്, ഞാൻ ഒരു കാര്യവും പുതിയത് പറഞ്ഞിട്ടില്ല. നമുക്കിവിടെ എല്ലാവർക്കും നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാ, നമ്മൾ കേട്ട കാര്യം, നമ്മൾ വായിച്ച കാര്യമാണ്. അതില് ആർക്കെങ്കിലും പുതുതായിട്ട് തോന്നുന്നെങ്കിൽ അത് പുതിയതല്ല, നമ്മളത് വായിച്ചിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെന്നേ ഉള്ളൂ, ഇല്ലേ? അല്ലാതെ പുതിയതൊന്നുമില്ല. പുതിയതാണെങ്കിൽ ശ്രദ്ധിക്കണം, കാരണം സത്യം ഒരിക്കലും പുതിയതല്ല. സത്യം ഓൾറെഡി നമുക്ക് തന്നതാ, അത് നമുക്ക് കേൾക്കുന്നേ ഉള്ളൂ. ഇവര് വന്നിട്ട് ഇവരോട് എന്തോ പറയുന്നറിയാമോ? ഞങ്ങൾക്കൊരു പുതിയ കാര്യം പറയാനുണ്ട്. അത് നോക്കിക്കേ, 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, 2:7 നോക്കിക്കേ. മ്യൂട്ട് ആൻറ്റി. 2:7. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയതൊന്നും എഴുതുന്നില്ല, പഴയത്
നിങ്ങൾ കേട്ടത് അത് തന്നെ പറയുന്നു. എന്താ അങ്ങനെ യോഹന്നാൻ എഴുതിയ കാരണം എന്താണെന്നറിയാമോ? ഇവര് വന്നിട്ട് ഇവരോട് പറയുന്നത് എന്താ അറിയാമോ? ഞങ്ങൾക്ക് ചില പുതിയത് പറയാനുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പുതിയ സംഭവമുണ്ട്. അപ്പൊ ഈ പുതിയത് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ് ദൈവസഭയിലുള്ള പലർക്കും. അങ്ങനെയുള്ളവരൊക്കെ ഇവരുടെ ഈ കുഴിയിൽ വീഴും, പുതിയത്. അപ്പൊ യോഹന്നാൻ പറയുന്നു പുതിയതൊന്നും പറയാനില്ല, പഴയതും നിങ്ങൾ കേട്ടതും. അഥവാ ഞങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് നിങ്ങൾക്ക് തോന്നുവാ പറയുന്നെങ്കിൽ അതിന്റെ 8-ാമത്തെ വാക്യം നോക്കിക്കേ. 8-ാമത്തെ വാക്യം, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. പുതിയത് പറയുന്നത് അത് പുതിയതല്ല, അത് കർത്താവിലും നിങ്ങളിലും സത്യമായിരിക്കുന്ന കാര്യമാണ്. അല്ലാതെ കർത്താവിനെ വിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്നല്ല. അത് നിങ്ങൾ വായിച്ചിട്ടില്ലായിരിക്കാം, ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം, പക്ഷെ അത് പുതിയതല്ല, പഴയതും നിങ്ങൾ കേട്ടിരിക്കുന്നതുമായിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവര് വന്ന് എങ്ങനെ തെറ്റിക്കുന്നത് ഈ വിശ്വാസികളെ? വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഒരു പുതിയ കാര്യമുണ്ട്. ദൈവത്തിന്റെ ആ സാന്നിധ്യത്തെ അനുഭവിക്കാൻ, ദൈവത്തിന്റെ നന്മകളെ അനുഭവിക്കാൻ ഞങ്ങൾ ചില പുതിയ തന്ത്രങ്ങൾ, ചില പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാം. അങ്ങനെ ഇവര് വന്ന് വചനത്തിൽ കൂടെ വചനത്തെ മറിച്ച്, സുവിശേഷത്തെ മറിച്ച് ഇവരുടെ ബുദ്ധിയൊക്കെ കെട്ടി പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആൾക്കാരും വിചാരിക്കും ഇന്നൊരു പുതിയ കാര്യം പഠിച്ചു. അപ്പൊ ഈ പുതിയ കാര്യം പഠിക്കാൻ, ഈ പുതിയ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഇവര് പറയും പുതിയ കാര്യം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾക്ക് അഭിഷേകം വേണം. ആഹാ, ഈ പുതിയ കാര്യം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഏത് സഭയിലാ പോകുന്നത്? ഞാൻ ഒരു എന്റെ ഭാവനയെ ചിന്തിക്കുകയാണ്. നിങ്ങൾ ഏത് സഭയിലാ പോകുന്നത്? ഞങ്ങള് ജോൺ പാസ്റ്ററിന്റെ സഭയിലാ, യോഹന്നാൻ പാസ്റ്റർ സഭയിലാ പോകുന്നത്. ഓ, പുള്ളി ഇങ്ങനെ പഴയത് കൊണ്ടൊക്കെ ഇരിക്കുന്ന ആളാ, ഉപദേശം കൊണ്ടൊക്കെ ഇരിക്കുന്ന ആളാ. അതൊന്നുമല്ല, ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് പുതിയ സംഭവമാണ്, പുതിയ കാര്യമാണ്. അതിനുള്ള അഭിഷേകം ജോൺ പാസ്റ്ററിനില്ല, ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനെന്ത് ചെയ്യണം പാസ്റ്ററെ? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ അഭിഷേകം വരും, നിങ്ങൾ വന്ന് എന്നെ ഞാൻ കെട്ടിപ്പിടിച്ചാൽ മതി. പിന്നെ ആൾക്കാരങ്ങോട്ട് ചെല്ലുന്നു, കെട്ടിപ്പിടിക്കുന്നു, മുത്തം കൊടുക്കുന്നു, കൈപിടിക്കുന്നു, വാങ്ങുന്നു, എന്നിട്ട് പറയുന്നു ഇന്നാ പിടിച്ചോ. അഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പിടിക്കാൻ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇമ്പാർട്ടേഷൻ, എന്തോ ഇമ്പാർട്ടേഷൻ ചെയ്യുന്നത്? അഭിഷേകം ഇമ്പാർട്ടേഷൻ ചെയ്യും. ഇത് യൗവനക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. അവർക്ക് ഇങ്ങനെ ക്വിക്കായിട്ട് എന്തെങ്കിലും വേണം. എങ്ങനെ? ഉടനെ ഒരു സാന്നിധ്യം, ഉടനെ ഒരു അനുഭവം. അതിനു വേണ്ടി ഈ ആള് കൊടുക്കാൻ റെഡിയായിട്ട് സ്റ്റേജിൽ നിൽക്കുക. ചാടി ചെല്ലും, പുറം നിൽക്കുന്നവനും ഓടി ഉള്ളതെല്ലാം കളഞ്ഞ് ഇയാളെ ചെന്ന് കെട്ടി അങ്ങ് പിടിക്കുക. പിന്നെ അവിടെ ഒരു 15 മിനിറ്റ് നിപ്പ. അപ്പൊ ഈ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത് ഈ അഭിഷേകത്തിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് ഇമ്പാർട്ട് ചെയ്തു. ഇത് നോക്കിക്കേ, ഇവരോട് എന്താ ഈ പാസ്റ്റർ പറയുന്നത് നോക്കി. ജോൺ എന്താ പറയുന്നത്? 2:27 അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, അത് മതി. അല്ല, പുതിയത് ഗ്രഹിക്കാൻ വേണ്ടി ഒരു അഭിഷേകം ഒന്നും വേണ്ട. ആരിൽ നിന്ന് പ്രാപിച്ച അഭിഷേകം? അവനാൽ പ്രാപിച്ച അഭിഷേകം. അതുപോലെ തന്നെ 20-ാമത്തെ വാക്യം നോക്കിയ പ്രിയരെ, 2:20, നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും അറിയുന്നു. പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് വിവേചിക്കാൻ കഴിയും. അത് ഇങ്ങനെ അഭിഷേകം ഇമ്പാർട്ടേഷൻ ചെയ്യുന്ന പാസ്റ്റർമാർ അടുക്കൽ ചെന്ന്, വ്യക്തികൾ അടുക്കൽ ചെന്ന് തല കൊടുക്കേണ്ട ആവശ്യമില്ല പ്രിയരെ. നമ്മളെ അഭിഷേകം ചെയ്യുന്നത് പരിശുദ്ധനാൽ അഭിഷേകം ചെയ്യുന്നത് കർത്താവാണ്. നമ്മളെ അഭിഷേകം ചെയ്യുന്നത് എന്തിനാ അഭിഷേകം ചെയ്യുന്നത്? എന്തിനാ അഭിഷേകം ചെയ്യുന്നത്? സ്റ്റേജിന്റെ 4 സൈഡും ഓടാനാണോ അഭിഷേകം ചെയ്യുന്നത്? അല്ലാതെ ആരിലും തള്ളിയിടാനാണോ, ഛർദിപ്പിക്കാനാണോ അഭിഷേകം ചെയ്യുന്നത്? എന്തിനാ അഭിഷേകം? ഞാൻ പറയട്ടെ, ഈ 1 യോഹന്നാൻ ഞാൻ പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത് അഭിഷേകം എന്തിനാണെന്നറിയാമോ? ആദ്യം മുതൽ നമ്മളിൽ വസിക്കാൻ അഭിഷേകം അല്ലേ? ആദ്യം മുതൽ കേട്ട കാര്യം നമ്മളിൽ വസിക്കാൻ അഭിഷേകം. എന്തിനാ അഭിഷേകം എന്നറിയാമോ? വഞ്ചനയുടെ ആത്മാവേദ, സത്യത്തിന്റെ ആത്മാവേദ എന്ന് തിരിച്ചറിയാൻ അഭിഷേകം. അല്ലാതെ സ്റ്റേജിൽ കിടന്ന് ഓടിച്ചാടി ഇവിടെ ഗ്ലോറി വന്നു, തേജസ് വന്നു എന്നൊക്കെ പറയാന് ഇതിനൊന്നുമല്ല അഭിഷേകം. എന്തിനാ അഭിഷേകം? ഇതിനാ അഭിഷേകം. സ്തോത്രം, ഹല്ലേലൂയ.
എന്തിനാ അഭിഷേകം? നിന്റെ വീടിന്റെ സൈഡില് ഒരു തകിട് കുഴിച്ചിട്ടുണ്ട്, അയ്യോ, അപ്പം നിനക്ക് അഭിഷേകം വേണം. ആ തകിട് പോരാട്ടം മാറാൻ. നമ്മുടെ പോരാട്ടം എന്താ? നമ്മുടെ പോരാട്ടം അന്യം കൊണ്ടിട്ട തകിടല്ല പ്രിയരെ. നമ്മുടെ പോരാട്ടം ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം. സ്തോത്രം. ക്രിസ്തു നടന്നതുപോലെ നടക്കാൻ കഴിയുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം. അല്ലാതെ അവിടെ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് ഇവിടുത്തെ പോരാട്ടങ്ങൾ, ഇതെല്ലാം ഞാൻ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പോരാട്ടങ്ങളുണ്ട് ദൈവമക്കൾക്ക്. പക്ഷെ ദൈവത്തിന്റെ മക്കൾ അതിൽ നിന്ന് ജയിക്കും. കാരണം ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഒരു ദൈവ പൈതലിന്റെ ഉള്ളിലുള്ളത്. ആരാന്നറിയാമോ? ത്രിയേക ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ കൂടെ ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഇതിനെ എല്ലാം ജയിക്കും. സ്തോത്രം. അപ്പൊ പ്രിയരെ, ഇവര് പറയുന്നത് പുതിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. ഇങ്ങനെ ഇരുന്ന വചനമൊക്കെ കേട്ട് ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തി അതുകൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അഭിഷേകം വേണം. അത് ഞങ്ങൾ ഇമ്പാർട്ട് ചെയ്യും. ഞങ്ങൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. അങ്ങനെ എത്ര പേര് മറിഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയാമോ? ഋഷൂഷ തന്നെ എത്ര പേര് മറിഞ്ഞു പോയെന്ന് അറിയാമോ? അത് വീഡിയോയുടെ ഇടയിലൊക്കെ കണ്ട്, ഓ അവിടെ ഭയങ്കര അത്ഭുതം, ഇവിടെ ഭയങ്കര അത്ഭുതം, ടിക്കറ്റും പിടിച്ച് ഫ്ലൈറ്റും പിടിച്ച് അവന്റെ അടുക്ക ചെല്ലും, കയ്യും വെക്കും, ഇവന് കിട്ടുകയും ചെയ്യും. കർത്താവിന്റെ അഭിഷേകമല്ല, പരിശുദ്ധനാലുള്ള അഭിഷേകമല്ല, അത് വേറൊരു അഭിഷേകമാണ്. അതില് വീരപ്രവൃത്തിയൊക്കെ നടക്കും. അതില് കൃത്യപ്രവചനവും പറയും. കൃത്യപ്രവചനം പറയുന്നതല്ല നമ്മുടെ മാർഗദണ്ഡം. എന്താണ്? വാട്ട് ഈസ് ദ മെഷറിംഗ് റോഡ്? കൃത്യമായി പ്രവചിച്ചെന്നുള്ളതല്ല. പ്രവചനം എന്നെ ദൈവത്തോട് അല്പം കൂടെ അടുപ്പിച്ചോ? ഈ പ്രവചനം ക്രിസ്തു സ്വഭാവം എന്നിൽ ഉളവാക്കിയോ എന്നായിരിക്കണം പ്രവചനത്തിനെ മെഷർ നമ്മൾ ചെയ്യേണ്ടത്. സ്തോത്രം. അപ്പം നമ്മളിങ്ങനെ ഇതെല്ലാം പഠിച്ചു വന്നപ്പം യോഹന്നാൻ പറയുകയാണ്, 4:1 പറയുക, ആത്മാക്കൾ ദൈവത്തിൽ നിന്ന് അല്ലയോ എന്ന് ശോധന ചെയ്യണം. അപ്പൊ ദൈവത്തിനുള്ള ആത്മാവ്, ദൈവത്താലുള്ള ആത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവൻ ഉപദേശത്തിൽ നിൽക്കും, അല്ലേ? ആദ്യം മുതൽ കേട്ടതിൽ നിലനിൽക്കും, വസിക്കും. അത് വസിക്കും. കർത്താവ് പിതാവും പുത്രനും അവൽ വസിക്കും. ഇനി 2ാമത്തെ വാക്യത്തിലേക്ക് വരാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ഇപ്പൊ യോഹന്നാൻ തന്നെ നമുക്ക് ആ അളവുകോല് തരികയാണ്. എന്താ അളവുകോല്? യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ഇപ്പൊ ഇവിടെ യോഹന്നാന്റെ സഭയിൽ സംഭവിച്ചത് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം. ഈ ഉപദേഷ്ടാക്കന്മാര് വന്ന് പറയുന്നത് ജീസസ് ജഡത്തിൽ വന്നിട്ടില്ല, ജീസസ് അവര് യേശുവിന്റെ ഹ്യൂമാനിറ്റിയെ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഇപ്പോഴത്തെ ഒരു കോണ്ടംപററി ആപ്ലിക്കേഷനാണ് ഞാൻ കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാല് നമ്മുടെ പെന്തക്കോസ് സഭകളിൽ, ശ്രദ്ധിച്ചു കേൾക്കണേ പ്രിയരെ, നമ്മുടെ പെന്തക്കോസ് സഭകളിൽ യേശുവിന്റെ മനുഷ്യത്വം, ഹ്യൂമാനിറ്റിയെ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ അധികം പ്രസംഗിക്കാറില്ല. ആകെ കൂടെ നമ്മൾ പറയുന്നത് യോഹന്നാൻ 11:35 എന്താ? യേശു കണ്ണുനീർ വാർത്തു. ഇതിൽ കൂടുതൽ ഹ്യൂമാനിറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതൊരു വലിയൊരു പരാജയമാണ്. ജീസസിന്റെ ഹ്യൂമാനിറ്റിയെ പഠിക്കാത്തത് കൊണ്ട് എന്തോ അതിന്റെ അപകടം എന്ന് പറയട്ടെ, ഇന്ന് പലരും വിശ്വസിക്കുന്നില്ല ജീസസിനെ പോലെ ജീവിക്കാൻ പറ്റുന്നു. കാരണം ആരും പഠിപ്പിച്ചിട്ടില്ല. ജീസസ് ദൈവമാണെന്ന് നമ്മൾ ശക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒരു സൈഡ് നമ്മൾ പറയുന്നില്ല, ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്. അപ്പൊ നമ്മൾ ഈ ഈ സഭകളിൽ ഉപദേഷ്ടാക്കന്മാർ റിജക്ട് ചെയ്തതുപോലെ ചിലപ്പോൾ റിജക്ട് ചെയ്യത്തില്ലായിരിക്കാം. പക്ഷെ ജീസസിന്റെ ഹ്യൂമാനിറ്റിയെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല, പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അതൊരു വലിയ ഒരു അപകടമാണ്. ജീസസ് എന്തുകൊണ്ടാണ് 33.5 കൊല്ലം തിരുവയസ് ഈ ഭൂമിയിൽ എന്തുകൊണ്ട് അങ്ങനെ ജീവിച്ചത്? ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. ഇഫ് ഗോഡ് had sent a 33-year-old man into this world, can he do that? 33 വയസ്സുള്ള ഒരു മനുഷ്യനെ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറക്കി താഴോട്ട് വിടാമായിരുന്നല്ലോ, അല്ലേ? കർത്താവിന്
ആ 33 വയസ്സ് ആ പ്രായത്തിലേക്ക് ഇറങ്ങി വന്ന് ഡയറക്റ്റ് ഗോൽഗാത്തയിലോട്ട് ചെന്ന് മരിച്ച് സ്വർഗത്തിലോട്ട് പോവുക. എന്തുകൊണ്ടാ അങ്ങനെ ചെയ്യാഞ്ഞത്? വൈ? എന്റെ കുഞ്ഞുങ്ങളോട് പറയുന്നത് അവർക്ക് മനസ്സിലാകാൻ വേണ്ടി. എന്തിനാ? വൈ ഡിഡ് ഹി ലിവ് 33.5 years? കാണിച്ചു തരാൻ. ഇതുപോലെ ജീവിക്കുന്നതാണ് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം. ആ ജീവിത മാർഗം ഞാനും നിങ്ങളും പിന്തുടരാൻ വേണ്ടിയാണ് ജീസസ് അതുപോലെ ജീവിച്ചത്. പ്രിയരെ, 12 വയസ്സുള്ളവന് എങ്ങനെ ജീവിക്കണമെന്ന് ജീസസ് മാതൃകയാണ്. സ്തോത്രം. 30 വയസ്സുള്ളവനും എങ്ങനെ ജീവിക്കണമെന്ന്, വീട്ടിലെങ്ങനെ ജീവിക്കണമെന്ന്. അപ്പൊ നമ്മൾ ഇങ്ങനൊക്കെ പറഞ്ഞു വരുമ്പം എന്നോട് ഒരാൾ ചോദിച്ചു, യേശു വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, അപ്പം അതെങ്ങനെ ജീസസ് നമുക്ക് മാതൃകയാണ്? ഇപ്പൊ എന്റെ മനസ്സിൽ ഓടി വന്നൊരു വിഷയം, യേശുവിനുള്ള പോലെ ഒരു മണവാട്ടി വേറെ ആർക്കും ഇല്ല. യേശുവിന്റെ മണവാട്ടി ആരാ? നമ്മള്. ഇതുപോലൊരു മണവാട്ടി വേറെ ആർക്കെങ്കിലും ഭർത്താക്കന്മാർക്ക് കിട്ടൂ? എന്താ തലവേദന എല്ലാ ദിവസവും. പറഞ്ഞ അനുസരിക്കുന്ന മണവാട്ടിയാമോ? പറഞ്ഞ കേൾക്കുന്ന മണവാട്ടിയാമോ? ഇന്ന് സ്നേഹിക്കും, നാളെ സ്നേഹിക്കത്തില്ല. ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകും. അപ്പൊ യേശുവിന് മണവാട്ടി ഉണ്ട്. അപ്പം കുടുംബജീവിതത്തിലും, അതിന് എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരോട് പറയുക, സ്നേഹിപ്പി. അപ്പൊ ജീസസിന്റെ ലൈഫ് ടീൻസിനും യൂത്തിനും വിവാഹം കഴിഞ്ഞവർക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ്. ആ മാതൃക പ്രകാരം ജീവിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്നതാണ് മെഷറിംഗ് റോഡ്, വിവേചിക്കേണ്ട അളവുകോല്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ജീസസ് ലൈഫ് ആൻഡ് മിനിസ്ട്രി ഈസ് നോട്ട് ജസ്റ്റ് ദ മെഷറിംഗ് റോഡ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ an antidote ഓഫ് false teaching. അതായത് യേശുക്രിസ്തുവിന്റെ ജീവിതവും ശുശ്രൂഷയും അളവുകോല് മാത്രമല്ല, പിന്നെന്താണ്? മറുമരുന്നും കൂടെയാണ്. കള്ളപ്രവാചകരും കള്ള ഉപദേഷ്ടാവും പഠിപ്പിക്കുന്ന ആ റോങ് ടീച്ചിങ്ങിന്റെ ആന്റിഡോട്ടാണ് ജീസസിന്റെ ലൈഫ് മിനിസ്ട്രി. അതുപോലല്ല എങ്കിൽ ആ ശുശ്രൂഷകൻ എത്ര കൃപാവരങ്ങൾ ഉള്ള വ്യക്തി ആയാലും ജീസസിന്റെ ലൈഫ് മിനിസ്ട്രി അല്ലെങ്കിൽ ആ കൃപാവരം കൊണ്ട് ഒരു കാര്യമില്ല. ആ കൃപാവരങ്ങളിൽ വീഴരുത്. നമുക്ക് വരുന്നൊരു അപകടം, കരിസ്മ നമുക്ക് ഭയങ്കര ഇഷ്ടം, കൃപാവരം. ക്യാരക്ടർ എങ്ങനെയുണ്ടോ നമ്മൾ അത്ര നോക്കത്തില്ല. ക്യാരക്ടർ ജീസസിന്റെ പോലെ ആയിരിക്കണം എന്നെങ്കിലേ കരിസ്മ ദൈവത്തിന് മഹത്വം കൊടുക്കത്തുള്ളൂ. അപ്പം ഇവിടെ ജീസസിന്റെ ലൈഫ് അതാണ് നമ്മൾ കണ്ടത്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് നമുക്ക് ഓർമ്മ കാണും, ലൈഫും മിനിസ്ട്രിയും സെപ്പറേറ്റ് അല്ല, അത് ഒരു നാണയത്തിന്റെ 2 വശമാണ്. പലർക്കും ഭയങ്കര ശുശ്രൂഷ ഉണ്ടെങ്കിലും ലൈഫ്, കുടുംബജീവിതം, വ്യക്തിപരമായ ജീവിതത്തിൽ പാളിച്ച വന്നു പോകുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഭയങ്കര മിനിസ്ട്രിയാണ്, പക്ഷെ പുള്ളി തന്നെ സഞ്ചരിക്കത്തുള്ളൂ അവിടെ ഇവിടെയൊക്കെ. കുടുംബമായിട്ട് പോകത്തില്ല. കുടുംബം എന്ത് ചെയ്യും? കുടുംബം അവിടെ ഇവിടെയൊക്കെയാണ്. അതൊരു ശുശ്രൂഷയല്ല. കുടുംബജീവിതവും ദൈവം, കുടുംബജീവിതം, പിന്നാണ് ശുശ്രൂഷ. അപ്പൊ ലൈഫ് ആൻഡ് മിനിസ്ട്രി വളരെ കണക്റ്റഡ് ആണ്. ഇതിനെ വേർപിരിക്കാൻ പറ്റത്തില്ല. ലൈഫിൽ കൂടെയാണ് മിനിസ്ട്രി ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സൂമിൽ വന്ന് പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ചർച്ചിൽ വന്ന് പ്രസംഗിക്കുകയോ അതല്ല മിനിസ്ട്രി. പ്രസംഗിക്കാൻ ആർക്കും പറ്റും, പക്ഷെ എൻ്റെ ലൈഫിൽ കൂടെ, എൻ്റെ കുടുംബജീവിതത്തിൽ കൂടെ ഞാൻ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ്, ജീസസിന്റെ ലൈഫ് കാണിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥമായ സെർവിങ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ചു വന്നപ്പോ നമ്മൾ ഒന്നാമത്തെ കാര്യം കണ്ടത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 24 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ എന്നെ കഴിഞ്ഞ വർഷത്തിൽ വളരെ സ്വാധീനിച്ച, ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യമാണ് 12-ാം അധ്യായത്തിന്റെ 24 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ.
ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അവിടെ കൊടുത്തിരിക്കുന്ന 24-ാമത്തെ വാക്യം നോക്കിക്കേ പ്രിയരെ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. അപ്പൊ രണ്ട് കാര്യമുണ്ട്, ഒന്ന് ചാകാം അല്ലെങ്കിൽ തനിയെ ഇരിക്കാം. രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലേ. ഏതാ എളുപ്പം? ചാകുന്നതാണോ തനിയെ ഇരിക്കുന്നതാണോ? എളുപ്പം. തനിയെ ഇരിക്കുന്ന എളുപ്പമല്ലേ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയില് ഖത്തറിലായിരുന്നു. ഒരു സഭ എന്നെ അവിടെ വിളിച്ചു. ഞാൻ അങ്ങനെ പോയി. അവിടുത്തെ എനിക്ക് പ്രസംഗിക്കാൻ സമയം തരുന്നതിന് മുൻപ് ഒരു പ്രിയ മകളെ മുമ്പോട്ട് വിളിച്ച പെങ്കൊച്ചിന്റെ സാക്ഷ്യം അവിടെ പറയാനിടയായി. ഞാൻ ആ സാക്ഷ്യം വളരെ ശ്രദ്ധിച്ചു കേട്ടു. ആ പ്രിയ മകള് IELTS എഴുതി പാസ്സായി. IELTS എഴുതി പാസ്സായെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് എവിടോട്ടാ ചെല്ലണ്ടേ? പറയേണ്ട ആവശ്യമില്ല, അറിയാം. ഈ പെങ്കൊച്ചിനോട് കർത്താവ് പറഞ്ഞു, നീ നാട്ടിൽ പോയി ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ. ഇവളുടെ അപ്പം വിശ്വാസത്തിലല്ല, ഭയങ്കര വെള്ളോടിക്കാരനാണ്. അമ്മ മാത്രമേ ഉള്ളൂ വിശ്വാസത്തിൽ. ഒരു ബ്രദറുണ്ട്, ബ്രദറും വിശ്വാസത്തിലല്ല. അപ്പൊ ഒരു പാസ്റ്ററിന്റെ കുടുംബം അല്ലെന്ന് മനസ്സിലാക്കണം. പാസ്റ്ററിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ബൈബിൾ കോളേജിൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം മോനെ പപ്പ ഇതാ ചെയ്തത്, മോനും ഇത് തന്നെ ആയിരിക്കും ചെയ്യുന്നതൊക്കെ ഇൻഫ്ലുവൻസ് കാണും. പക്ഷെ ഇത് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പൊ കർത്താവ് വ്യക്തമായി സംസാരിച്ചത് എനിക്ക് മനസ്സിലായി. ഈ പെങ്കൊച്ച് അവിടെ പോയി 2 വർഷത്തിന്റെ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക നാട്ടില്. ഈ പെങ്കൊച്ച് അവിടെ ഉണ്ടായിരുന്ന യങ്സ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്ത് കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഈ വാക്യത്തിനോട് ആധാരമാക്കിയപ്പോൾ ഞാൻ ആ പെങ്കൊച്ചിന്റെ കാര്യം പറഞ്ഞത്, IELTS കഴിഞ്ഞാൽ തനിയിരിക്കണോ ഗോതമ്പ് മണി നിലത്ത് വിളിച്ചാകണോ? തനിയിരിക്കേണ്ട അർത്ഥം എന്തോ? അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അയർലൻഡിൽ പോവുക. അയർലൻഡിലും ചർച്ചിൽ പോയിരിക്കാം. പക്ഷെ അവൾ തീരുമാനിച്ചത് ഗോതമ്പ് മണി നിലത്ത് വിളിച്ചാകണം. എന്റെ ഇഷ്ടം നടക്കരുത്. ഇതാ ക്രിസ്തുവിന്റെ ജീവിതം. ഇത് ക്രൂശിലെ മരണം മാത്രമല്ല പ്രിയരെ, 33.5 കൊല്ലം ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ ജീസസ് ഹി വാസ് ഡൈങ്. എന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമല്ല പിതാവേ, അവിടുത്തെ ഇഷ്ടം. നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ അതെന്റെ വാക്കല്ല, എന്റെ പിതാവിന്റെ വാക്ക്. എന്റെ പിതാവ് പറയാതെ എനിക്കൊന്നും പറയാൻ പറ്റും. എന്ത് ഡിപ്പെൻഡന്റാ നോക്കിക്ക്. ഓ, എന്തോ ജീവിതമാ. എന്നെ വിസ്മയപ്പെടുത്തും, എന്നെ ചാലഞ്ച് ചെയ്യുന്നു ആ ജീവിതം. ഞാൻ സ്റ്റക്കായി പോയി വേഴ്സസ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ ഒരു ജീസസ് പ്രാർത്ഥിച്ചു നോക്കിയ പ്രിയരെ, ജീസസ് പ്രാർത്ഥിച്ചു നോക്കിക്ക്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ഗെഥസമനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിലാണ് എന്റെ അഭിപ്രായത്തിലെ ഗെഥസമനയുടെ സ്ട്രോങ് സബ്സ്റ്റൻസ് ഇരിക്കുന്നത്. നോക്കിക്കേ, 12-ാം അധ്യായത്തിന്റെ 27-28 വാക്യം. 12-ന്റെ 27-28. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തു എന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പൊ ജീസസിന് മുമ്പ് 2 ഓപ്ഷൻ ഉണ്ടല്ലേ. ഈ നാഴികയിൽ നിന്ന് എന്നെ എന്ത് ചെയ്യണം? രക്ഷിക്കണം. 2 എന്താണ്? ഈ നാഴികയിൽ കൂടെ അവിടുത്തെ നാമം മഹത്വപ്പെടണം. യേശു എന്താ തെരഞ്ഞെടുത്തെന്നറിയാമോ? ഈ നാഴികയിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല, ഈ നാഴികയിൽ കൂടെ അവിടുത്തെ നാമം മഹത്വപ്പെടുത്തണം. ജീസസ് ഗോതമ്പ് മണിയെ കുറിച്ച് പറഞ്ഞിട്ട് ജീസസ് പ്രാർത്ഥിച്ചിട്ട് ചെയ്തത് അതാ. എന്നിട്ട് പിതാവ് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞെന്തോ അറിയാമോ? ഞാൻ ഇതുവരെ ഈ നിമിഷം വരെ ചെയ്ത കാര്യത്തിലെല്ലാം മഹത്വം എടുത്തിരിക്കുന്നു, ഇനിയും മഹത്വം എടുക്കും എന്ന് പറഞ്ഞാൽ ക്രൂശ മരണത്തിൽ കൂടെ മഹത്വം എടുക്കും. എന്റെ പ്രിയരെ, ഇത് നമ്മളെ ചാലഞ്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ ഏത് വാക്യമാണ് നമ്മളെ ചാലഞ്ച് ചെയ്ത്? 33.5 കൊല്ലം ജീസസിന്റെ ജീവിതം മുഴുവനും എവറി സിംഗിൾ ഡേ, എവറി മോർണിംഗ്, എവറി നൈറ്റ്, എവറി ആഫ്റ്റർനൂൺ, എല്ലാം മഹത്വം ആർക്ക് കിട്ടി? പിതാവായ ദൈവത്തിന് കിട്ടി. ഇതുപോലെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. കള്ളപ്രവാചകം വന്ന് എന്തോ പറയുന്നത്? ദൂത് പറയട്ടെ, ചാവരുതെന്നാ പറയുന്നത്, തനിയെ ഇരിക്കാനാ പറയുന്നത്.
കള്ളപ്രവാചകൻ വന്നിട്ട് IELTS കഴിഞ്ഞ കൊച്ചിനെ എന്ത് പറയും? 3-ാം മാസം 3-ാം തീയതി 2 മണിക്ക് നീ അയർലൻഡിൽ ഇരിക്കും. അയർലൻഡുമായിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, കർത്താവ് വിടുന്നെങ്കിൽ പൊക്കോ, എനിക്കൊരു വിഷയമൊന്നുമല്ല. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ദൈവഹിതം നമ്മൾ അന്വേഷിച്ചോ അതോ പ്രവാചകം പറഞ്ഞു കേട്ടോ? ഒരാൾ പ്രവചിക്കുകയാണെങ്കിൽ കണ്ണു അടച്ച് സ്തോത്രവും അമ്മേനും പറയരുത്. എനിക്കറിയാം, ഞാനിത് പറഞ്ഞാലും നിങ്ങളിൽ ചിലർ ചെയ്യും. കാരണം ഞാൻ അങ്ങനെ ഈ 15 വർഷം കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ. നമ്മുടെ ടെൻഡൻസി അങ്ങനെ. കണ്ണു അടച്ച് സ്തോത്രം ചെയ്ത് തലയും കുലുക്കി കണ്ണുനീര് ഒഴുക്കരുത് പ്രിയരെ. ഒരാൾ പ്രവചിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ അവിടുത്തെ ഹിതമാണോ? അവിടുന്ന് എന്നോട് സംസാരിക്കണം, അവിടുത്തെ ശബ്ദം ഞാനും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് സംസാരിക്കത്തില്ലേ? കർത്താവ് അഥവാ പറയുവാണെങ്കിൽ ആ പ്രവാചകൻ പറഞ്ഞ കാര്യം, പാസ്റ്ററെ അന്ന് പറഞ്ഞ കാര്യം, കർത്താവ് എന്നോട് ഇടപെട്ടു കേട്ടോ, സ്തോത്രം, ഞാൻ ആ വിഷയം പ്രാർത്ഥിക്കുന്നു, കർത്താവ് പ്രവർത്തിക്കും. കർത്താവ് നമുക്ക് ആ കാര്യത്തിൽ ഒരു സമാധാനമോ ഒരു നടത്തിപ്പോ നൽകുന്നില്ലെങ്കിൽ വി ക്യാൻ ജസ്റ്റ് റിജക്ട് ഇറ്റ്. എനിക്ക് ദൈവഹിതം ചെയ്യണം. ഞാൻ എവിടെയായിരുന്നാലും എന്താ, അല്ലേ? അമേരിക്കയിൽ ഇരുന്നാലും എന്താ, ദുബായിൽ ഇരുന്നാലും എന്താ, നാട്ടിൽ ഇരുന്നാലും എന്താ, കുഗ്രാമത്തിൽ ഇരുന്നാലും എന്താ, എന്റെ കാര്യം കർത്താവ് നടത്തിക്കൊള്ളും. അതല്ല, എന്നെ എവിടെ അയക്കുന്ന അവിടുത്തെ നാമം മഹത്വപ്പെടുത്താനില്ലേ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത്. ജീസസിന്റെ 3.5 കൊല്ലം മിനിസ്ട്രിയില് ജീസസ് ഫ്ലൈറ്റ് പിടിച്ച് റോമിൽ പോയോ? ഈ ആഴ്ച റോമിലാണെങ്കിൽ മറ്റേ ആഴ്ച ഗലീലയില്, അതിന്റെ അടുത്ത ആഴ്ച കഫർനഹൂമില്, പിന്നെ സിറിയയില്. കർത്താവ് അങ്ങനൊന്നും ചെയ്തില്ല. തന്റെ ആ ശുശ്രൂഷ ഇസ്രായേൽ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെളിയിലൊക്കെ പോകുക, ഒത്തിരി പോകുക, ദൈവഹിതമാണെങ്കിൽ ഓക്കെ. അതല്ല എങ്കിൽ പ്രിയരെ, നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാഹണം. ഈ പുതിയ വർഷത്തിലെ ആദ്യത്തെ ഈ ആഴ്ചയിൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോട് പറയാനുള്ളത് ഇതാ. നമ്മൾ എന്താ ഈ വർഷം തീരുമാനിക്കുന്നത്? തനിച്ചിരിക്കാനാണോ തീരുമാനിക്കുന്നത്? ഇല്ല, ഒറ്റ ജീവിതമുള്ളൂ എനിക്ക്. ഞാൻ നിലത്ത് വീണ് ചാഹാൻ തയ്യാറാ കർത്താവേ, നിലത്ത് വീണ് ചാഹാൻ തയ്യാറാ കർത്താവേ. എന്റെ ഇഷ്ടങ്ങള്, എന്റെ ആംബിഷൻസ്, എന്റെ ഇൻട്രസ്റ്റ്, എന്റെ ഹിതം, അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കർത്താവ്. അത് നിലത്തൊന്നിടാൻ, അതൊന്ന് ചാഹാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ എനിക്ക് വേണ്ടി ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഈ സ്വർഗലോകം വിട്ട് ഈ ഭൂമിയിലേക്ക് കർത്താവ് വന്ന് ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തത് കൊണ്ടല്ലേ ഇന്ന് ഈ ബോസ്റ്റൺ മീറ്റിൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റിയത്. അല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ കുഞ്ഞാട്ടിൻ തിരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു എന്ന് പാടാൻ കഴിഞ്ഞതിന്റെ കാരണം എന്താണെന്ന് പറയട്ടെ പ്രിയരെ. യേശു കർത്താവ് തീരുമാനിച്ചു, ഞാൻ തനിയെ ഇരിക്കയില്ല, ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തതുപോലെ ഞാൻ ചാകും. അങ്ങനെ ചത്തത് കൊണ്ടാണ് ഫലങ്ങൾ. ഈ ബോസ്റ്റൺ മീറ്റിംഗില് കർത്താവ് നിലത്ത് വീണ് ചത്തതിന്റെ ഫലങ്ങളാണ് ഇരിക്കുന്നത്, ഫലമായി പ്രസംഗിക്കുന്നത്. കർത്താവെ, അങ്ങ് നിലത്ത് വീണ് ചത്തതുപോലെ ഹെൽപ്പ് മീ ടു ഡൈ ഡെയിലി. അനുദിനം എന്റെ ഇഷ്ടം, എന്റെ ഡിസൈഴ്സും, എന്റെ നല്ല തീരുമാനങ്ങൾ പോലും, എന്റെ ബെസ്റ്റ് പോലും അത് നിലത്ത് വീണ് ചാഹണം കർത്താവെ. അവിടുത്തെ നാമം മഹത്വപ്പെടണം. ഇത് കള്ളപ്രവാചകൻ പറയത്തില്ല കേട്ടോ, ഇത് കള്ളപ്രവാചകൻ ഈ വാക്യം കാണിക്കത്തില്ല നമ്മളെ. സ്തോത്രം. 26-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം, തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ആ കളയുടെ അർത്ഥം എന്ന് പറയാം, എന്താ അറിയാമോ? അതിനെ ഇപ്പോഴേ കളഞ്ഞുകൊണ്ടിരിക്കുക, ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, തനിച്ചിരിക്കാൻ താല്പര്യപ്പെടുന്ന വിശ്വാസിയെ ശ്രദ്ധിക്കണേ, ഈ ജീവിതം യു ആർ ഡിസ്ട്രോയിങ് ഇറ്റ്. പാട്ട് പാടുന്നുണ്ടായിരിക്കാം, അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം, പ്രത്യാശ ഗാനങ്ങളൊക്കെ പാടുന്നുണ്ടായിരിക്കാം. എന്നാൽ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകാതെ തനിയെ ഇരിക്കുകയാണെങ്കിൽ ഈ ജീവിതം കളയുക. വി ആർ ഡിസ്ട്രോയിങ് ഇറ്റ്. അതിനെ കളയും. ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ. അപ്പൊ കണ്ടോ, ജീവനെ സ്നേഹിക്കുന്നവരുമുണ്ട്, ജീവനെ പകയ്ക്കുന്നവരുമുണ്ട്. 6 കൂട്ടത്തിൽ നമുക്ക് നിൽക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് പകയ്ക്കുന്നവർ കൂട്ടത്തിൽ, ആ ഇടുക്ക് വാതിൽ കൂടെ പോകുവാൻ ഈ 2025 കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പകയ്ക്കുന്നവൻ അതിനെ, അടുത്ത വാക്ക് കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടന്റ്, അതിനെ
ഏതിനെ? ജീവനെ നിത്യജീവനായി സൂക്ഷിക്കും. പലരും ധരിച്ചിരിക്കുന്നു സ്നാനപ്പെട്ട് സഭയിൽ മെമ്പർഷിപ്പ് വാങ്ങിച്ച് ആ സഭയിൽ ഇരുന്ന് അങ്ങ് കർത്താവിന്റെ വരവ് വരുമ്പോ അങ്ങ് പോകാമെന്ന. തനിയെ ഇരുന്ന് ചാകാതെ സിമ്പിളായിട്ട് എങ്ങനെയെങ്കിലും ഇതിന്റെ ഇടയ്ക്കൂടെ അങ്ങ് നുഴഞ്ഞു കയറി പോകാമെന്ന. ആരും സ്ലിപ്പായി സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. ആരും ഇടയ്ക്കൂടെ വലിഞ്ഞു കയറിയൊന്നും പോകത്തൊന്നുമില്ല. സ്തോത്രം. ഈ ബസ്സിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ല, ചിലർ ഇങ്ങനെ ഓടി വന്നിട്ട് പറയും, അയ്യോ നിർത്ത് ഞാനിവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവസാനം വന്ന് കയറ്റി വിടുന്ന ഒരു സംഭവം ഒന്നും ഇല്ല ഇവിടെ. എല്ലാവരും നിലത്ത് വീണ് ചത്തെങ്കിൽ മാത്രമേ ആ നിത്യജീവനായി ഈ ജീവിതം സൂക്ഷിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇതിനെ കളയും. ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? എന്റെ ജീവിതം അവിടുത്തെ മഹത്വം, ആ നിത്യജീവൻ ലഭിക്കുന്നവരെ എനിക്ക് ജീവിതത്തെ സൂക്ഷിക്കണം. എങ്ങനെയാ സൂക്ഷിക്കുന്നത് അറിയാമോ? നിലത്ത് വീണ് ചാത്ത് ഗോതമ്പ് മണി ചത്ത് ഫലം കായ്ക്കുമ്പോഴാണ് ഇതിനെ സൂക്ഷിക്കുന്നത്, അല്ലാത്തത് കളയും. 26-ാമത്തെ വാക്യം നോക്കിക്കേ. ഇങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥ ശുശ്രൂഷകൻ. 26-ാമത്തെ എനിക്ക് ശുശ്രൂഷ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ശുശ്രൂഷ ആർക്കാ? ആരോടാ? കർത്താവിനോട്. സ്തോത്രം. ശമൂവേലിനെ കുറിച്ച് പറയുന്നത്, ഏലിയുടെ മുൻപാകെ ശമൂവേൽ ആർക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു? ദൈവത്തിന്, യഹോവയ്ക്ക് ശുശ്രൂഷ. ഏലിയ മുമ്പിൽ ഇരിക്കുന്നത് പുള്ളി ശുശ്രൂഷ ചെയ്യുന്ന ആർക്കാ? ആരോടാ? യഹോവയ്ക്ക്. നമ്മുടെ ശുശ്രൂഷ കർത്താവിനോടായിരിക്കണം പ്രാരംഭമായി. എങ്ങനെ ശുശ്രൂഷിക്കുന്നത്? പലരും ചരിച്ചിരിക്കുന്നത് ശുശ്രൂഷ എന്ന് പറയുന്നത് സൂം മീറ്റിൽ വന്ന് പ്രസംഗിക്കുന്നത്. ഈ കൊറോണയ്ക്ക് ശേഷം ഒത്തിരി പേരിങ്ങനെ സൂം പ്രീച്ചേഴ്സ് ആയിട്ടുണ്ട്. എല്ലാ സൂമിലും കയറി അങ്ങ് പ്രസംഗിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും വലിയ വീരപ്രവർത്തികളും അങ്ങനെയൊക്കെയുള്ള പ്രവചനങ്ങളും ഒക്കെ ചെയ്ത് വലിയ ശുശ്രൂഷ എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോ എന്തുവാ? ആ പുള്ളി ശുശ്രൂഷയുള്ള മനുഷ്യനാ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുവാ വരുന്നത്? ഒരു നിമിഷം ഞാൻ ഇങ്ങനെ വചനമായി ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ വരുന്നത് എന്തുവാ? സ്റ്റേജിൽ നിൽക്കുന്നത്, പ്രസംഗിക്കുന്നത്, പ്രവചിക്കുന്നത്, ഇതാ. പക്ഷെ ഇവിടെ നോക്കിക്കുക, അതൊന്നുമല്ല. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന പറഞ്ഞ എന്തുവാ? നിലത്ത് വീണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നതാണ്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ എങ്ങനെ നിലത്ത് വീണ് ചത്തോ അതുപോലെ. അപ്പൊ അതിന്റെ അർത്ഥം, നിങ്ങളിപ്പോ നാളെ എന്നെ ബോസ്റ്റണിൽ വിളിച്ചില്ലെന്ന് വിചാരിച്ചു, എന്തുകൊണ്ട്? എനിക്ക് ശുശ്രൂഷ ഇല്ലെന്നാണോ? അല്ല. ചിലർക്ക് അങ്ങനെ മീറ്റിങ്ങിൽ വിളിച്ചോ, മീറ്റിംഗ് ഒന്നുമില്ല, ഈ മാസം മീറ്റിംഗ് ഒന്നുമില്ല, ശുശ്രൂഷ ഒന്നുമില്ല. അയ്യോ, അല്ല. എവിടെങ്കിലും ചെന്ന് പ്രസംഗിക്കുന്നതല്ല ശുശ്രൂഷ. ആദ്യമായി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഐ ആം വർഷിപ്പിംഗ് ദ ലോർഡ്. ഒരിടത്ത് മീറ്റിംഗ് വിളിച്ചില്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവജനം വായിക്കും, കർത്താവിൽ സന്തോഷിക്കും. സ്തോത്രം. അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം, ഇങ്ങനെ മനസ്സിലാക്കണം ഈ വാക്യത്തെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അടുത്തത്, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. കണ്ടോ? ആ 3 കാര്യം കണ്ടോ? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പൊ കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ശുശ്രൂഷ. അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവൻ ആരോടുകൂടി ഇരിക്കും? കർത്താവിനോടുകൂടി ഇരിക്കും. അപ്പോ അതിനർത്ഥം വൺ ഡേ വി വിൽ ബി വിത്ത് ജീസസ്. കർത്താവിനോടുകൂടി ഒരു ദിവസം നമ്മൾ ഇരിക്കും. അപ്പോൾ തന്നെ നിലത്ത് വീണ് ഗോതമ്പ് മണി ചാകുമ്പോൾ നമ്മൾ ആരുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക? കർത്താവിനോടുകൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കർത്താവിനോടുകൂടെ ഏകീഭവിക്കുക. നമ്മൾ കർത്താവിനോടുകൂടെ നമ്മൾ തിരിച്ചറിയപ്പെടുകയാണ്. ഐ ആം നോയിങ് ഹിസ് സഫറിങ്. ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ എന്റെ ഇഷ്ടം അവിടുന്ന് ഞാൻ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ ആരോട് ഏകീഭവിക്കുകയാണ്? എൻ്റെ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ ഞാൻ ഏകീഭവിക്കുകയാണ്. അതാണ് മോശ ചെയ്തത്. ഫറവോന്റെ പുത്രിയുടെ മകനെന്നും മിസ്രയീമിന്റെ ധനമെന്നും ഇതെല്ലാം ത്യജിച്ചു കളഞ്ഞിട്ട് എന്തുവാ തീരുമാനിച്ചത്? എന്തുവാ തെരഞ്ഞെടുക്കാൻ? ക്രിസ്തുവിന്റെ നിന്ന ദൈവമക്കളോടുള്ള കഷ്ടം എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അപ്പം ക്രിസ്തുവിനോട് ഞാൻ കൂട്ടായ്മ ആചരിക്കുകയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുമ്പോൾ. അടുത്തത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും.
ദിസ് ഇസ് ട്രൂ വർഷിപ്പ്. ഇതാണ് യഥാർത്ഥമായ ആരാധന എന്നുള്ളത്. നമ്മുടെ പെന്തക്കോസ്റ്റിൽ ഏറ്റവും മിസ്ലീഡ് ചെയ്യപ്പെട്ട, മനസ്സിലാകാതെ പോയ ഒരു വാക്കാണ് വർഷിപ്പ്. ആരാധന എന്ന് പറയുമ്പോൾ ഞാൻ പലയിടത്തും കണ്ടത് പാട്ടിന്റെ അവസാനം വരുന്ന അന്യഭാഷയാണ്. അത് അവസാനം വരത്തുള്ളൂ. അതിന്റെ ഗുഡൻസ് എനിക്ക് മനസ്സിലായിട്ടില്ല. ആദ്യം വരത്തില്ല, ഇടയ്ക്ക് വരത്തില്ല, ഏറ്റവും അവസാനം വരത്തുള്ളൂ. പിന്നെ 31-ാം തീയതി ഒരു പരിപാടിയുണ്ട് നമുക്ക്. അതിൽ 11:55 ഒരു ആരാധനയുണ്ട്. 12 മണി അങ്ങോട്ട് ആ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു വ്യഗ്രത, ആ ഒരു ആരാധന, അത് എവിടുന്ന് വരുന്നത് എനിക്കറിയില്ല. പലതും ഇമോഷണൽ അറിയാം. എന്താ ആരാധന? ഇത് നോക്കിക്കേ, ഇതാ ആരാധന, ഇതാ ശുശ്രൂഷ. നിലത്ത് വീണ് ഗോതമ്പ് മണി ചാകുക, ഇതാ ജീസസിന്റെ ലൈഫ്. ഈ ലൈഫ് വെച്ച് വേണം നമുക്ക് വിവേചിക്കാൻ. സ്തോത്രം. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ചെയ്യാനായിരുന്നു, ആ വിഷയം എടുക്കാനായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇങ്ങനെ നയിച്ചു. മുമ്പോട്ട് കർത്താവ് നമ്മളെ നയിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.